സീക്വൻസ് ആയാലും ശരി, അല്ലെങ്കിൽ ഒരാളെ ഒരു ചവിട്ടുന്ന സീനൊക്കെ ആയാലും ശരി, അതിലൊക്കെ ആ ഒരു മലയാളം ലാംഗ്വേജ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ആ ഒരു സൗണ്ട് പുറപ്പെടുവിക്കുന്നത്. ആൻഡ് മൊത്തത്തിലൊരു ഇംഗ്ലീഷിലാണ് സ്റ്റോറിയിലത്തെ മെയിൻ ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ പോയിട്ടുള്ളത്. ബട്ട് കിഡിലൻ ഒരു വർക്ക് തന്നെയായിട്ടാണ് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് പറയേണ്ടത്, ഇത് ഇനിയും വായിക്കാത്ത ആളുകൾ എന്തായാലും വായിച്ചു നോക്കുക. കാരണം ഈ സ്റ്റോറി ഇങ്ങനെ പോകും തോറും നമുക്ക് ഒരുപാട് രീതിയിലുള്ള രോമാഞ്ചിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഏകദേശം ഒരു 5 വോളിയം ആയിട്ടാണ് ഇവർ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2012 ഇതിന്റെ ഈ 2 വോളിയംസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ബാലൻസ് ഇപ്പോൾ ഇനി ഉടൻ തന്നെ റിലീസ് ചെയ്യും. പ്രതിയോഗിതം എന്നുള്ള പേരിലാണ് റിലീസ് ചെയ്യുക, തേർഡ് പാർട്ട്. ആൻഡ് ഈ ഒരു ക്യാരക്ടേഴ്സിനെ കൊണ്ട് നിർത്തിയിട്ടുള്ള ഒരു മൊമെന്റ് ഇപ്പൊ രണ്ടാമത്തെ ബുക്കിൽ അവസാനിപ്പിച്ചിട്ടുള്ളതൊക്കെ വളരെ കിടിലനായിട്ടുണ്ട്. പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ ഒടിയൻ എന്നുള്ള പേര് ഒടയൻ എന്ന് പറയുന്ന പോലെയെന്ന്. ബട്ട് സംഭവം ശരിയാണ്. കാരണം മുടി വിദ്യനെ കുറിച്ചിട്ടും ഒരു മെൻഷനിങ് വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ പൂഴിക്കടകൻ, അങ്ങനെയുള്ള കളരിയാണ് ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. ആ കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ പല